സാർ ശരിയാക്കാം സാർ, ശരിയാക്കാം. ഇന്ന് തന്നെ നല്ലൊരു വാർത്തയായിട്ടേ ഞാൻ വരുള്ളൂ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് മാത്രം വാർത്ത എവിടെ കിടക്കണ ഈ കൊച്ചു കേരളത്തിന്? നോക്കാം. ആ ജോഷിനെ ഗോപിനെ കാണാം. എവിടെ കാണാനാണ്? എത്ര നാളെ ആകെ പ്രശ്നമുള്ളൂ. ശരിയാവൂടോ, കാര്യങ്ങളെല്ലാം ശരിയാവും. ശരിയാകും, പക്ഷെ എങ്ങനെ ശരിയാകാൻ? തന്നെ എന്നാ കാണുന്നത്? ഞാൻ ഉണ്ടാവൂല. കാണാം. പോട്ടെന്നാ കാണാം. അത് പോട്ടെ, തന്റെ കാര്യങ്ങൾ എന്തായി? എന്താകാനാണ്? കഴിഞ്ഞ ആ 10 വർഷത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം ഇനിയൊന്നും ആവൂല. കാണാടും. എന്തു പറയാനാ, അയാളുടെ ഒരു വിധി. ചേട്ടാ 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 ഒന്നിരിക്കോ ചേട്ടാ, എന്താ അയാൾ കരഞ്ഞോണ്ട് വന്നത്? അയാൾ പഴയ ഒരു വ്യവസായിയായിരുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, LDF ഭരണകാലത്ത് ഒരു വ്യവസായി ഇതാ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്തുകൊണ്ട്? താൻ എന്തുകൊണ്ടാണ് ഈ പറയണം? 2016 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോ അയാൾ വ്യവസായിയായത്. പ്രിയമുള്ള പ്രേക്ഷകരെ, പഴയകാല വ്യവസായിയായിരുന്നു. 10 വർഷക്കാലമായി ഇയാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ കേരളത്തിനില്ലേ? രാഷ്ട്രീയ പകപോക്കലല്ലേ ഇവിടെ നടക്കുന്നത്? ഇയാൾക്കറിയാമോ അയാളുടെ എന്തായിരുന്നു വ്യവസായം ഇവിടെയെന്ന്? ഇല്ല. എന്നാ കേട്ടോ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളുടെ സമീപം ഫോട്ടോസ്റ്റാറ്റ് ബൂത്ത് നടത്തുകയായിരുന്നു അയാളുടെ പ്രധാന വ്യവസായം. അതെന്തിനാ? അത് ശരി. അപ്പൊ ഇയാള് 10 വർഷം ആയില്ലല്ലോ ഈ മേഖലയിൽ? ഇല്ല. എടോ, UDF ഭരണകാലത്തെ മുസ്ലിം ലീഗിനായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. അന്ന് സ്കൂൾ കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടിയിരുന്നില്ല. ഫോട്ടോസ്റ്റാറ്റ് എടുത്തായിരുന്നു കുട്ടികൾ പഠിച്ചിരുന്നത്. ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, കൊല്ലപ്പരീക്ഷ, ഇതിനൊക്കെ ആശ്രയിച്ചിരുന്നത് ഈ ഫോട്ടോസ്റ്റാറ്റ് ആയിരുന്നു. അതിലൂടെ ഈ വ്യവസായി കുറെ സമ്പാദിച്ചിരുന്നു. ഇപ്പൊ 10 വർഷക്കാലമായിട്ട് കുട്ടികൾക്ക് പാഠപുസ്തകം കൃത്യമായി കിട്ടുന്നുണ്ട്. കാലം മാറി, കഥ മാറി, കാലാവസ്ഥ മൊത്തം മാറി. ഇപ്പൊ 10 വർഷക്കാലമായിട്ട് പാഠപുസ്തകം കുട്ടികൾക്ക് കൃത്യമായി കിട്ടുന്നു. പവർ കട്ടുമില്ല. ഇനി പറ, ഈ വ്യവസായി നല്ലതാണോ ചീത്തയാണോ? പ്രിയമുള്ള പ്രേക്ഷകരെ, ഇതുപോലുള്ള വ്യവസായികൾ ഇനിയും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണമോ? നിങ്ങൾ ചിന്തിക്കൂ. പവർ കട്ടില്ലാത്ത, കുട്ടികൾക്ക് പാഠപുസ്തകം കൃത്യമായി എത്തിക്കുന്ന, അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്ന, സ്കൂളുകൾ സ്മാർട്ടാക്കുന്ന, നമ്മുടെ കുട്ടികൾക്ക് ഈ നാട്ടിൽ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഇടതുപക്ഷം തന്നെ തുടരട്ടെ. ഗുഡ് ബൈ.